ഹായ് വെൽക്കം ടു ടേസ്റ്റി ട്രഷേഴ്സ് ബൈ രോഹിണി. ഇന്ന് ഞാനിവിടെ ഒരു ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈഡ് വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ചായയുടെ കൂടെയും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ്. അതിനായിട്ട് ഒരു 2 മീഡിയം സൈസിലുള്ള പാവയ്ക്ക ഇതേപോലെ വട്ടത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വേണം കേട്ടോ നുറുക്കിയെടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഒരുപാട് മൂപ്പാവാത്ത പാവയ്ക്കയും വേണം എടുക്കാൻ. പിന്നെ വലിയ കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുരു ഒന്ന് മാറ്റി വെച്ചോളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു വട്ടത്തിലുള്ള ഷേപ്പ് പോവാതെ ഒന്ന് നോക്കണം കേട്ടോ. അതപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ ഒരു 125 ml കപ്പിന് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലപ്പൊടിയൊക്കെ നമ്മൾ എത്ര ഭാവിക്ക് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവുപൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് എരിവുണ്ടെങ്കിലാണ് ഈ പാവയ്ക്ക നന്നായിട്ടുണ്ടാവുക. ഇനി ഇത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, ഒരൊറ്റ ടീസ്പൂൺ മാത്രം കേട്ടോ. അതിനുശേഷം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെറും ഒരു 5-10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പാവയ്ക്കയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു പാകത്തിലായി കിട്ടും കേട്ടോ. ഇനി ഇതാ എണ്ണ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ നമ്മൾ ഇവിടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒരു 90% ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. വേറൊന്നുമല്ല, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് പൊട്ടിച്ചത് അതുകൂടി ചേർത്തിട്ട് കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കളർ മാറി നല്ല ഡാർക്ക് കളർ ആവരുത്, നല്ല റെഡ് കളറിൽ തന്നെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു കൊണ്ടാട്ടമൊക്കെ വറക്കുന്ന ആ ഒരു പാകത്തിൽ തന്നെ ഇതൊന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ നല്ല റെസിപ്പീസായിട്ട് കാണാം. താങ്ക്